ഇന്ന് നമുക്ക് വഴുതനങ്ങ വെച്ചിട്ട് നല്ലൊരു അടിപൊളി ഒരു ഐറ്റം ഉണ്ടാക്കിയാലോ. അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു പ്രാവശ്യം നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കുക വെച്ചാൽ ഇതുപോലെ തന്നെയാണ് കേട്ടോ വഴുതനങ്ങ വെച്ചിട്ട് ചെയ്യുക. അത്രയ്ക്ക് ടേസ്റ്റുള്ളൊരു ഐറ്റം കൂടിയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം. അതിന് മുമ്പായിട്ട് നമ്മളെ വീഡിയോ കാണുന്നവർ വീഡിയോക്ക് മറന്നു പോകാണ്ട് ഒന്ന് ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ പച്ച വഴുതനങ്ങ എടുക്കാം. ഞാനിപ്പോൾ ഈ ഒരു കളർ കിട്ടിയതിനെ കൊണ്ട് ഈ ഒരു കളർ എടുത്തതാണ് കേട്ടോ. ഏത് ടൈപ്പായാലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഈ ഒരു വഴുതനങ്ങ നല്ല വലിപ്പമുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഒന്നെടുത്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ രണ്ടും മൂന്നൊക്കെ എടുക്കാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അപ്പം ഞാനിതൊന്ന് നല്ലോണം കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇതൊന്ന് കട്ട് ചെയ്തെടുക്കട്ടെ. കട്ട് ചെയ്യുന്ന രീതി എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇതുപോലെ നമ്മൾ നടുവ് കൂടെ കട്ട് ചെയ്തിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ. അധികം വലുപ്പത്തിലല്ല അധികം ചെറുപ്പത്തിലല്ല നമ്മൾ കട്ട് ചെയ്യുന്നത്. കാരണം കുഞ്ഞ് പീസാക്കി കഴിഞ്ഞാൽ ഇത് വെന്ത് കുഴഞ്ഞ പോലെ ആയി പോകും കേട്ടോ. ഇതേപോലെയാണ് നമുക്ക് കട്ട് ചെയ്തെടുക്കേണ്ടത് കേട്ടോ. ഈ ഒരു പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ പിന്നെ ലേശം വലിപ്പത്തിൽ അങ്ങനെ ഇഷ്ടമെന്ന് വെച്ചാൽ അങ്ങനെ ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ഇതേപോലെയാണ് കട്ട് ചെയ്തെടുക്കുന്നത്. വഴുതിനങ്ങ മീനൊക്കെ പൊരിക്കുന്ന പോലെ പൊരിച്ചാൽ നല്ല ടേസ്റ്റല്ലേ. ഞാനിങ്ങനെ നല്ല നൈസാക്കി കട്ട് ചെയ്തിട്ട് മഞ്ഞളും മുളകും ഉപ്പൊക്കെ തേച്ചിട്ട് പൊരിക്കും കേട്ടോ. നല്ല ടേസ്റ്റാണ്. നമ്മൾ മീനൊക്കെ പൊരിക്കുന്നില്ലേ അതുപോലെ പൊരിച്ചെടുത്താൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതുപോലെ ചെയ്താലും അടിപൊളിയാണ് കേട്ടോ. ഞാനിതുപോലെ ഒന്ന് ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി കേട്ടോ. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കാണിച്ചു തരുന്നത്. അപ്പോൾ അതാ ഇതേപോലെ ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. മുഴുവനായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതേപോലത്തെ ഒരു പാത്രം അടുപ്പിലേക്ക് വെച്ച് കൊടുക്കുക. എന്നിട്ട് കുറച്ച് വെളിച്ചെണ്ണ മുക്കിയിലേക്ക് ഒഴിച്ച് കൊടുക്കുക. ഞാനിവിടെ 1 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് ഉള്ളി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒരു ഉള്ളിയാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് 1.5 2 ചേർത്ത് കൊടുക്കാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഉള്ളി കൂടുതലായിട്ട് ചേർക്കുന്ന സമയത്ത്. അപ്പം ഞാനിവിടെ ഒരു ഉള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് 2 വഴുതനങ്ങ എടുക്കുന്നതെന്ന് വെച്ചാൽ ഒരു ഉള്ളി മതിയാവും. ഇപ്പം 3 4 ഒക്കെ എടുക്കുകയെന്ന് വെച്ചാൽ 1.5 ഉള്ളിയൊക്കെ എടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ അതൊന്ന് നല്ലോണം ഒന്ന് ചോന്ന് വന്നോട്ടെ കേട്ടോ. എന്നാലാണ് നമ്മളെ ഈ ഒരു റെസിപ്പി അടിപൊളിയായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാകും കേട്ടോ. ഉള്ളി നല്ലോണം ഒന്ന് ചോന്ന് വരണം. അധികം ഗോൾഡൻ കളർ ആവണമെന്നില്ല, ഒന്ന് മൂത്ത് വന്നോട്ടെ കേട്ടോ. ഈ ഒരു സമയം തന്നെ നമുക്ക് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ഈ ഒരു സമയം ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പം കുറച്ചധികം തന്നെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എരിവിനാവശ്യമായ പച്ചമുളകും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഇപ്പോൾ 2 പച്ചമുളകാണ് ചേർത്ത് കൊടുത്തത്. നിങ്ങൾക്ക് എരിവ് എത്ര വേണ്ടിയെന്ന് വെച്ചാൽ അത്രയും ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇതിപ്പോൾ എരിവ് കുറഞ്ഞ മുളകാണ്, എന്നാലും ഞാൻ 2 ചേർത്ത് കൊടുത്തത്. ഇപ്പോൾ ഇതൊന്ന് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. കറിവേപ്പിലിൻ്റെ പിന്നെ അതുപോലെ തന്നെ മുളകിൻ്റെ ഒക്കെ പച്ചമണം പോയിക്കോട്ടെ. ആ ഒരു ഉള്ളി കടന്നിട്ട് നല്ലോണം താളി വരണം കേട്ടോ. ഉള്ളി ഒന്ന് ഏകദേശം നല്ലോണം ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് പൊടികളൊന്ന് ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ തന്നെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1/2 ടീസ്പൂൺ തന്നെ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഗരം മസാലപ്പൊടിയാണ് കേട്ടോ. ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഈ ഉള്ളിൻ്റെ കൂടെ തന്നെ നമ്മൾ ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് മതി കേട്ടോ. നമ്മളിപ്പോൾ ഒരു മഞ്ഞൾപ്പൊടി ചേർത്തിട്ടില്ലേ, അതിൻ്റെ ഒരു 1/4 ടീസ്പൂൺ മാത്രം മതിയാവും കേട്ടോ. ഗരം മസാലപ്പൊടി കൂടി പോകാൻ പാടില്ല. കൂടുതലായാലും ഒരു കുത്തൽ ചൊയ വരും കേട്ടോ. ഒന്നൊരു എന്താ എത്രയും മതിയാവും കേട്ടോ. ഒന്നൊരു ലൈറ്റായിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഒരു ടേസ്റ്റ്. ഇതിപ്പോൾ നമുക്ക് ഇതിലേക്ക് കുറച്ച് കുരുമുളക് ഒരു ലേശം മതി കേട്ടോ. 2-3 മണി കുരുമുളകിന് കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടി ഇതൊന്ന് മൂപ്പിച്ചെടുക്കാം.
അര ടീസ്പൂണ് ഞാൻ ചിക്കൻ മസാലപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിന് കേട്ടോ. അര ടീസ്പൂണില്ല, ഒരു 1/4 ടീസ്പൂണ് അത്ര മതിയാവും. ഇനിയിപ്പോൾ ഇതാ ഏകദേശം ഒന്ന് നല്ലോണം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ ഉള്ളി. ഇനിയിപ്പം നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ച വഴുതനങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്നും കൂടി നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ. ഈ ഒരു മസാലേൻ്റെ അതുപോലെ തന്നെ ഉള്ളി എല്ലാം മിക്സായിട്ട് വരുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഈ ഒരു സമയം തന്നെ നമുക്ക് ഇതിലേക്ക് പാകത്തിലുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇതൊന്ന് നല്ലോണം ഇതേപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ പാകത്തിനുള്ള ഉപ്പ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതിൽ കല്ലുപ്പാണ് ചേർത്ത് കൊടുത്തത്. നിങ്ങളെ കയ്യിൽ പൊടിയുപ്പ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. കല്ലുപ്പ് ഞാനിപ്പോൾ ലാസ്റ്റ് നമ്മൾ ഇതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ കല്ലുപ്പ് അതിൽ നിന്ന് അലിയും കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ കല്ലുപ്പ് ചേർത്ത് കൊടുത്തത്. കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പോൾ ദാ ഇത് നല്ലോണം ഒന്ന് മൂത്ത് വന്നതിന് ശേഷം നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. അധികം വെന്ത് കുഴഞ്ഞു പോകരുത്, ഒരു പാകത്തിനുള്ള വേവായി കിട്ടണം കേട്ടോ. എന്നാലാണ് നമുക്ക് മുട്ടയൊക്കെ പാരുന്ന സമയത്ത് അടിപൊളിയായിട്ട് തന്നെ കിട്ടും. ഇതാ കണ്ടില്ലേ, കുറച്ച് നേരം ഒന്ന് ഞാൻ ഇതേപോലെ ഒന്ന് മൂടി വെച്ചിട്ട് ആവി കയറ്റിയെടുത്തതാണ് കേട്ടോ. എന്നാലാണ് വഴുതിനിങ്ങ ഒന്ന് വെന്ത് കിട്ടും ഉൾഭാഗമൊക്കെ. നല്ലോണം ഒന്ന് കുക്കായി വന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്, ഞാൻ ഇതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്, ചിരവിയ തേങ്ങ കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് തേങ്ങ എത്ര വേണമെങ്കിൽ അത്രയും ചേർത്ത് കൊടുക്കട്ടോ, കുഴപ്പമൊന്നുമില്ല. എത്ര ഇട്ടാലും ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ അത് തേങ്ങൻ്റെ പച്ച മണം ഒന്ന് മാറണം കേട്ടോ. തേങ്ങൻ്റെ പച്ച മണം മാറി അതുപോലെ തന്നെ വഴുതിനിങ്ങ ഒന്ന് നല്ലോണം വെന്ത് വന്നോട്ടെ. എന്നിട്ട് ഒന്നും കൂടി ഇതൊന്ന് മൂടി വെച്ചിട്ട് ഞാൻ വേവിച്ചെടുക്കുന്നുണ്ട്, ആവി കയറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. എന്നാലാണ് നമ്മൾ ഈ ഒരു വഴുതിനിങ്ങ കറക്റ്റ് വേവായിട്ട് കിട്ടും കേട്ടോ. ഈ ഒരു തേങ്ങൻ്റെ പച്ച കുത്ത് മാറണം കേട്ടോ. അപ്പം നമ്മളെ വഴുതിനിങ്ങ ഇവിടെ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്, നല്ലോണം അമർന്ന് കിട്ടുന്നുണ്ട് കേട്ടോ, അലിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാ ഒന്നും കൂടി നമുക്കിതൊന്ന് വേവിച്ചിട്ട് ഇതിലേക്ക് ഇനിയിപ്പോൾ നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് മുട്ടാണേ. അപ്പോൾ തേങ്ങ ഒക്കെ വെന്ത് വന്നിട്ടുണ്ട്, നല്ലോണം വെന്ത് കുക്കായി കിട്ടും മൊത്തത്തിൽ. ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു മുട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് മുട്ട എത്ര വേണമെങ്കിൽ ചേർത്ത് കൊടുക്കട്ടോ, 1, 2, 3 ഒക്കെ ചേർത്ത് കൊടുക്കുക. എത്ര കൂടുതലായാലും നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഇതാ നല്ലോണം ഒന്ന് ഈ ഒരു മുട്ട ഒഴിച്ച് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് ചിക്കി കൊടുക്കുക നമുക്ക്. അപ്പോൾ ഇങ്ങനെ ഒരു പ്രാവശ്യം ചെയ്യാത്തവർ വഴുതിനിങ്ങ വെച്ചിട്ട് ഇതുപോലെ ചെയ്യാത്തവരുണ്ട്, ഇന്ന് ചെയ്ത് നോക്കുക കേട്ടോ. എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു റെസിപ്പി ഇഷ്ടമാവും. വെറുതെ പറയുന്നില്ല, ചോറിന് കഴിക്കാൻ വേണ്ടിയിട്ട് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഈ ഒരു വഴുതിനിങ്ങ മാത്രം മതി ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട്, അത്രയ്ക്ക് ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും കുട്ടികൾക്ക് ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുക. കുട്ടികൾ എന്തായാലും ഇഷ്ടത്തോടെ കഴിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ ഉണ്ട് നമ്മളെ വഴുതിനിങ്ങൻ്റെ ഉപ്പേരി, അടിപൊളിയല്ലേ. അപ്പോൾ സ്കൂളിലേക്കൊക്കെ കുട്ടികൾക്ക് ചോറിൻ്റെ ഒപ്പം കൂട്ടാൻ വേണ്ടിയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് കൊടുത്തു വിടാൻ പറ്റിയ നല്ല അടിപൊളി റെസിപ്പിയാണ്. ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ നിങ്ങൾ ചെയ്ത് നോക്കിട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങളെ കമൻ്റ് ഒന്ന് അറിയിക്കണേ. അപ്പോൾ ഇതേപോലത്തെ ഈസി റെസിപ്പിക്കായിട്ട് നമ്മളെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. അപ്പോൾ ഇതേപോലത്തെ വെറൈറ്റി ആയിട്ടുള്ള വീഡിയോസ് ഞാൻ ഇനിയും അപ്ലോഡ് ആക്കുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇനി അടുത്ത പുതിയ വീഡിയോയുമായി കാണാം. അസ്സലാമു അലൈക്കും.